എന്റെ പൊന്നു താരമോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. അവൾ അവിടുന്ന് പഠിക്കാനും പോവില്ല, എങ്ങും പോവില്ല. ഞാൻ അവളെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. അവളുടെ ഒരു പഠിത്തം. എന്റെ അമ്മച്ചി, അമ്മച്ചി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവള്. അവളിപ്പോ കുറച്ച് മുന്നേ കൂടെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ അവൾ ഉറപ്പായിട്ടും പഠിക്കാൻ പോകുന്നു. പാവം നടിച്ച് അനന്തവേട്ടനെ വശത്താക്കി വെച്ചേക്കും അവള്. അവൾ അനന്തവേട്ടന് വാക്കു കൊടുത്തു പോലും, അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കാൻ പോകുന്നു. അമ്മച്ചി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. ഓ, അവൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. ഇല്ലെങ്കിൽ അവളെ പോലെ ഒരു പീറ പെണ്ണിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ ആരേലും? അമ്മച്ചിക്ക് അവളുടെ പഠിപ്പ് മുടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതെന്നോട് പറ. എന്ത് താരമോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. അല്ലെങ്കിൽ നീ എന്തിനാണ് വിഷമിക്കുന്നത്? കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അവളങ്ങ് ചത്തൊടുങ്ങും. പിന്നെ അതോടുകൂടി അവളുടെ ശല്യം എന്നേക്കുമായിട്ട് അങ്ങ് തീരും. അതിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു പഠിത്തം. മോള് വിഷമിക്കണ്ട, ഇതിനുള്ള വഴി അമ്മച്ചി എന്തെങ്കിലുമൊക്കെ കണ്ടോളാം. മോളിപ്പോ സമാധാനത്തോടെ ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. നശിച്ചവളുടെ ഒരു പഠിത്തം. അവളെ കൊണ്ട് എന്റെ കുഞ്ഞിന് അവിടെ ഒരു സമാധാനവും ഇല്ലല്ലോ. എന്റെ ദൈവമേ, ആരെ കുറിച്ചാടി നീ ഫോണിലൂടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണത്? ആ നശിച്ച വിത്തിനെ കുറിച്ച് തന്നെ, അല്ലാണ്ട് ആരെ കുറിച്ചാ? അവൾ ഒറ്റ എടുത്ത് കാരണം എന്റെ താരമോൾക്ക് അവിടെ സമാധാനം ഇല്ലാണ്ടായി. അതിന് മാത്രം എന്തുവാടി നിന്റെ മോൾക്ക് സമാധാനം പോകും ജാനൂട്ടി അവിടെ ചെയ്ത് കൂട്ടിയത്? ഓ, വെല്ലുമ്മച്ചിയുടെ മാനസപുത്രിയെ പഠിക്കാൻ പോണെന്ന് ഇന്ന് കോളേജിലൊക്കെ പോയി അഡ്മിഷൻ എടുത്തിട്ട് വന്നേക്കോ തമ്പുരാട്ടി, ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട്. അവൾക്ക് അതിന്റെ വലിയ ആവശ്യമുണ്ടോ? അടുക്കളയിലെങ്ങനെ ഒതുങ്ങി കൂടിയാ പോരായിരുന്നു അവൾക്ക്? ഓ, അപ്പൊ അതാണ് കാര്യം. എന്റെ ജാനുമോള് പഠിക്കാൻ പോണെന്ന് കേട്ടപ്പം രണ്ടിനും അതങ്ങ് പിടിച്ചില്ല. ഇതിനെ കണ്ണിക്കടി എന്ന് പറയും. ദേ വെല്ലുമ്മച്ചി, ഇവിടെ ആയിരുന്നപ്പം നിന്റെ മോളെക്കാളും മാർക്ക് നന്നായിട്ട് മേടിക്കുന്നുണ്ടല്ലേടി. അതിന്റെ പഠിപ്പ് രണ്ടും കൂടെ ചേർന്നങ്ങ് മുടക്കിയത്. എന്നിട്ട് ഇപ്പൊ കർത്താവ് തമ്പുരാൻ വിചാരിച്ച് അതിന് വീണ്ടും ഒരു അവസരം ഒരുക്കിയേക്ക. അത് കണ്ടപ്പോ രണ്ടെണ്ണത്തിനങ്ങ് പിടിക്കണില്ല. വല്ലാത്ത കുശുമ്പ് തന്നെ. അങ്ങനെ ഇപ്പൊ അവള് പഠിച്ചേ പത്രാസുകാരി ആവണ്ട. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാ പഠിച്ചിട്ട് അവിടെ ശവക്കല്ലറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വെക്കാനോ? ഇതേ ഒറ്റ ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ നീ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടും. ക്ലാരെ, നീ സൂക്ഷിച്ച് സംസാരിച്ചോണം. നീ എന്റെ മോളായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ വല്ല വിഷം മേടിച്ചത് നിന്നെ ഞാൻ അങ്ങ് കൊന്നേനായിരുന്നു. അവള് വന്നേക്കുന്നു. എന്റെ ജാനൂട്ടിക്ക് ഒന്നും സംഭവിക്കുകയല്ല. നിന്നെ പോലുള്ള ദുഷ്ടക്കൂട്ടങ്ങൾക്ക് തിരിച്ചടി കിട്ടണ കാലം വരും. ഓർത്ത് വെച്ചോ നീ. അത്രയ്ക്ക് ദുഷ്ടത്തരം നീ എന്റെ കുഞ്ഞിനോട് കാണിച്ചിട്ടുണ്ട്. നീ മുട്ടിപ്പായിരുന്ന് കർത്താവിനോട് കെഞ്ചി പ്രാർത്ഥിച്ചോ, അതിന് കുറച്ചെങ്കിലും ശിക്ഷയ്ക്ക് ഇളവ് തരാൻ വേണ്ടിയിട്ട്. ഓ, ഇങ്ങനെ ഒരു നശിച്ച വിത്ത് എന്റെ വയറ്റിൽ തന്നെ വന്ന് പറന്നല്ലോ എന്റെ കർത്താവേ.